ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു ലക്ഷറി വില്ലയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്താണ്. മെയിൻ റോഡിൽ നിന്ന് നേരെ നമുക്കൊരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. വിത്ത് സെക്യൂരിറ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു വില്ല പ്രൊജക്റ്റിനകത്തേക്കാണ്. 70ഓളം വില്ലകൾ, അതും ആള് താമസമുള്ള 70ഓളം വില്ലകൾ വരുന്ന നല്ലൊരു ഗേറ്റഡ് സെക്യൂരിറ്റി വില്ല പ്രൊജക്റ്റിനകത്തുള്ള ഒരു ലക്ഷറി വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് ഈ വീടിന്റെ ഒരു എലിവേഷൻ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കണ്ടിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ കാണുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ട്രാവലിംഗ് ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ വെറും 2 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ 24 കിലോമീറ്ററും ഇൻഫോ പാർക്ക് കാക്കനാട് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 11 കിലോമീറ്ററുമാണ് വരുന്നത്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമുക്ക് ഇൻഫോ പാർക്കിന്റെ ഫേസ് 3യുടെ ഘട്ടങ്ങൾ വർക്കുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഫേസ് 3 നമുക്ക് വീടിന്റെ വളരെ അടുത്തായിട്ടാണ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 18 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. 8.15 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2850 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, ഈവൻ സിമെന്റ്, നമ്മളുടെ കമ്പി, ഇതെല്ലാം പോലും നോക്കുവാണെങ്കിൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞു പോകാം, ഈ വീടിനകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആവും, നിങ്ങൾക്കത് ബോറിംഗ് ആവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, എന്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ലിസ്റ്റ് നിങ്ങൾക്ക് തരാം. ഇതിനകത്ത് മാർബിള് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 2 ബെഡ്റൂമുകളിൽ വന്നിട്ട് ഒറിജിനൽ വുഡൻ ആയിട്ടുള്ള ഫ്ലോർ തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ടും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാവുന്ന നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിന്റെ ഓണറുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് ഇതിനകത്ത് ലാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസുകളോ കാര്യങ്ങളോ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെൻഗോബൈന്റെ ആണ്. കിച്ചണകത്താണെങ്കിലും എല്ലാ അമ്യൂണിറ്റീസിനോടും കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാട്ടറിനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് സോഴ്സ് ആണ് ഉള്ളത്. വെൽ വാട്ടറും ഉണ്ട്, അതുകൂടാതെ KWയുടെ കണക്ഷനും കൂടിയാണ് നമുക്കുള്ളത്. ലേക്കർ ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള വാർഡ്രോബ്സും കിച്ചൺസും എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു തരത്തിലുള്ള ലാമിനേറ്റഡ് സീലിംഗ്സും വന്നിട്ടില്ല. ടീക്ക് വുഡിലും വെനീറിലും ഒക്കെ ആയിട്ടാണ് സീലിംഗുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് ഡോർ നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബർമ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്തൊരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. സ്റ്റെയർ കേസിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ടീക്ക് വുഡിൽ തന്നെയാണ് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭംഗിയായിട്ട് നല്ല ഷേപ്പ് ആയിട്ടുള്ള കർവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോറുകളും ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈൽസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അകത്തേക്ക് പോകുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഈവൻ സിമെന്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അംബുജ സിമെന്റും അതുപോലെ അൾട്രാടെക് ആണ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എംസാൻഡും പീസാൻഡും ഒക്കെയാണ് ഇവിടുത്തെ സാൻഡിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ കാണുന്ന ഐറ്റംസ് എല്ലാം തന്നെ ടാറ്റ സ്റ്റീൽ ബാറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് നോക്കുവാണെങ്കിൽ വയേർഡ് ക്വാളിറ്റി ബ്രിക്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലംബിങ്ങും PVC ഒക്കെ വന്നിട്ട് സുപ്രീമിന്റെ ആണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇലക്ട്രിക്കലും വയറിംഗും നോക്കുവാണെങ്കിൽ ഫിനോലെക്സിലാണ്. സ്വിച്ചസ് വന്നിട്ട് ക്രാപ്ട്രി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഫ്ലോറിംഗ് ഒക്കെ വന്നിട്ട് കജാറിയാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് ഏഷ്യൻ പെയിന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസസ് ഒക്കെ വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു സെയിൻഗോബൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെയിന്റ് നോക്കുവാണെങ്കിൽ ഡീലക്സ് വെതർഷീൽഡ് മാക്സും ഡീലക്സ് വെൽവെറ്റ് ടച്ച് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടെക്സ്ചർ വർക്കുകൾക്കൊക്കെ ആയിട്ട് ഏഷ്യൻ പെയിന്റ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ഹീറ്റർ വന്നിട്ട് ക്രോംപ്ടന്റെയും പ്രഷർ പമ്പ് വന്നിട്ടും ക്രോംപ്ടൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ ടാങ്ക് നോക്കുവാണെങ്കിൽ സുപ്രീമിന്റെ 2000 ലിറ്റർ ക്വാളിറ്റി ഉള്ള വാട്ടർ ടാങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീടിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊരു ഐഡിയ കിട്ടി. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. വില്ലയുടെ അകത്തൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ടുള്ള ടാർ റോഡാണ് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോകാവുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഗേറ്റഡ് വില്ല വിത്ത് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. സെക്യൂരിറ്റിക്കും അതുപോലെ ബാക്കിയുള്ള മെയിൻ്റനൻസിനൊക്കെ ആയിട്ട്, ബാക്കിയുള്ള മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റിയുടെ ചാർജ്, അത് കൂടാതെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഏറ്റവും വലിയ കൺസേൺ ആണ് നമ്മുടെ ഡെയിലി ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഫുഡ് വേസ്റ്റ് ഇവിടെ നിന്ന് ഡെയിലി കളക്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനും സെക്യൂരിറ്റിക്കും എല്ലാത്തിനും കൂടി മന്ത്ലി വെറും 1000 റുപ്പീസ് മാത്രമാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്, അതെല്ലാം വേണ്ടി വാങ്ങിക്കുന്നത് വെറും 1000 റുപ്പീസ് മാത്രമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാം, ഈ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടും ലക്ഷറി ആയിട്ടുമാണ് ഇതിന്റെ എലവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. നോക്കിക്കോളൂ, കാർ പോർച്ചിന്റെ ആ ഒരു ഡിസൈൻ തന്നെ നിങ്ങളൊന്ന് കണ്ടോളൂ. എത്ര ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ 2 കാറുകൾക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇതൊരു ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. ഈ വീട്ടിൽ ഇതിന്റെ ഓണറുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളോടും ഉൾപ്പെടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സെയിലിന് ഇട്ടിരിക്കുന്നത്. 1ഉം 2ഉം കാറുകൾ പാർക്ക് ചെയ്യുന്ന കാർ പോർച്ചിന്റെ ഏരിയ നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ നിങ്ങൾ നടന്നു വരുന്ന ഭാഗങ്ങളെല്ലാം നോക്കിക്കോളൂ. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഓണർ ഈ ഒരു വീട് നിർമ്മിച്ച സമയത്ത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നല്ലൊരു ക്വാളിറ്റി വീട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം വളരെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികളെല്ലാം നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം ചെറിയ മെറ്റൽ ചിപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു അലക്കുകല്ലിന്റെ പ്രൊവിഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ ബാക്ക് സൈഡിൽ കിച്ചണിന്റെ ആ ഒരു ഏരിയയിലൂടെയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗ്യാസ് കണക്ഷൻ ഒക്കെ, ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള ഒരു കേജ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. കിണർ കണ്ടു, വലിയ ആഴത്തിലുള്ള കിണറാണ്. തൊട്ടടുത്ത് തന്നെ KWയുടെ മീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാലും കാണാം നല്ല രീതിയിൽ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് പ്ലാന്റ്സ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 സൈഡിലും പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫ്രണ്ട് എലവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടഡ് ആയിട്ട് ബർമ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിത് നേരെ അകത്തേക്ക് പോകാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഈ വീട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ഓണറുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ആ സിറ്റീസ് കണ്ടീഷനിൽ തന്നെയാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കാണാം. ഭംഗിയായിട്ടുള്ള ഫ്ലോർ ടൈലുകളും ഗ്രാനൈറ്റും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള TV യൂണിറ്റും അതിന്റെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി സോഫ സെറ്റീസ് എല്ലാം തന്നെ ഇവിടെ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കിക്കോളൂ, റൂഫിലെല്ലാം വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ലാമിനേറ്റഡ് ആയിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ടീക്ക് വുഡിലും വെനീറിലും ആയിട്ടാണ് സീലിംഗിന്റെ ഫിനിഷിംഗ് എല്ലാം തന്നെ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ്സും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 6 ചെയേഴ്സും വിത്ത് ടേബിളും കൂടിയാണ്. ഇതിൽ കൂടുതൽ പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന കുറച്ചുകൂടെ വലിയൊരു ടേബിൾ വേണമെങ്കിലും ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് എല്ലാം തന്നെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് തന്നെയാണ് റൂഫിംഗ് വർക്കുകളും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഡൈനിങ്ങിലേക്കായിട്ട് നമുക്കൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിന്റെ ഇന്നർ പോർഷൻ നോക്കുവാണെങ്കിലും അവിടെ ഷെൽഫ് ഫെസിലിറ്റികളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. പ്ലാന്റ്സും ഫോട്ടോസും ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ നിന്നാണ് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഈ ഭാഗത്ത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹാൻഡ് റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് തന്നെ ഇപ്പൊ വിസിബിൾ ആണ്. സ്റ്റെപ്സ് എല്ലാം നോക്കുവാണെങ്കിലും ആ ഒരു ടീക്വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കർവ് ഷേപ്പ് ആയിട്ടാണ് ഗ്ലാസ് വെച്ചിട്ട് ഇത് കറങ്ങി മുകളിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ഗ്ലാസസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു സെൻകോബൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പിന്റെ ആ ഒരു ഏരിയ നോക്കിയാലും വോള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് ആണ് വോളിൽ ചെയ്തിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിലും വലിയ 2 ഓപ്പണിംഗ് വരുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് റൂഫ് വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആണ്. ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി വാഷ് ഏരിയയാണ് കാണേണ്ടത്. ടേബിൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിലാണ് സിസ്റ്റം വരുന്നത്. ബാക്ക് സൈഡ് ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. വലിയൊരു മിററും താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഡോറിൽ പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വലിയൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡബിൾ കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് പോലും ബാക്കി എത്ര സ്പേസ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം ബാക്ക് സൈഡിലുള്ള നല്ല രീതിയിലുള്ള വർക്കുകളും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു വലിയ വിൻഡോയും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. അകത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് അധികം പ്രൊജക്ഷൻ വരുന്നില്ല. നമുക്ക് നല്ല ഗോദ്രേജിന്റെ ലോക്ക് ആൻഡ് കീ സിസ്റ്റത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ വോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്ന പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ വർക്കോട് കൂടിയിട്ടാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു കോട്ട് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ധാരാളം സ്പേസ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് ബാത്റൂം എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഡൈനിങ് ഹാളിന്റെ അടുത്തായിട്ടാണ്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട് ലിവിംഗ് ഹാളിന്റെ സൈഡിലായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂംസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സിറ്റുവേഷൻ സെയിം തന്നെയാണ്. നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന വിൻഡോ നിങ്ങൾക്ക് കാണാം. ഓപ്പോസിറ്റ് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും വോളിലൊക്കെ ചെയ്തിരിക്കുന്ന മോഡലുകളൊക്കെ നോക്കിക്കോളൂ. ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെയാണ് ടെക്സ്ചർ വർക്കുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റൂം എയർ കണ്ടീഷൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് അറേഞ്ച്മെന്റ്സും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഞാൻ നിൽക്കുന്നതിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിനുള്ള മിറർ ഫെസിലിറ്റി കിട്ടുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഫ്ലോർ എല്ലാം തന്നെ നല്ല പ്യുവർ വുഡനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ബാത്റൂമിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടും നല്ല സൗകര്യത്തോട് കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിത് നേരെ കിച്ചണിലേക്ക് പോകാം. കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഈ ഏരിയ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ല 2 ഹൈറ്റ് ഉള്ള ചെയർസും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് എൻട്രൻസ് വന്നിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നേരെ വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഏരിയയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വുഡൻ വർക്കുകളും കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. സിങ്ക് ആൻഡ് പൈപ്പ് കണക്ഷൻ വരുന്നത് ഇവിടെയായിട്ടാണ്. ഡിഷ് വാഷർ ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഓരോ പോട്ട്സും ഐറ്റംസും എല്ലാം അവിടെ എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെയൊക്കെ താഴെയുള്ള ഭാഗത്ത് നോക്കിയാലും കാണാം എല്ലായിടത്തും തന്നെ LED സ്ട്രിപ്പുകൾ കൊണ്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ചിമ്മിണി അവിടെ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്.
അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റൗ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാനുള്ള നല്ല ഒരു സ്പേസും കിട്ടുന്നുണ്ട്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമ്മൾ നോർമലി നോക്കുന്നത് ഈ ഒരു ഭാഗത്ത് എങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് നമുക്ക് ഗ്യാസ് സ്റ്റൗ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് പ്യുവർലി കിഴക്ക് ഭാഗത്തേക്ക് ഫേസിംഗ് ആയിട്ടാണ്. വാസ്തുപരമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ടൈലും ഗ്രാനൈറ്റ്സ് ഒക്കെയാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. സെക്കൻഡ് കിച്ചൺ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല രീതിയിലും സൗകര്യമായിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ നമുക്ക് സ്ലാബ് വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിലും ഷെൽഫ് ഫെസിലിറ്റികൾ ഒരുപാടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ പുറത്തോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ പുറത്തുള്ള ഭാഗം ജസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് വർക്ക് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നുണ്ട്. വീട്ടിൽ അത്യാവശ്യം ഗസ്റ്റ് വന്നാലോ സെർവന്റിന് യൂസ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ ഒരു ബാത്റൂം ഫെസിലിറ്റി അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വോളും അറേഞ്ച്മെന്റ്സും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം ഓൾറെഡി നമ്മൾ താഴെ നിന്നപ്പോൾ തന്നെ കണ്ടതാണ്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ടി വി വെച്ചിട്ടുണ്ട്, ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. നമുക്ക് നോക്കിയാൽ കാണാം ഇതുപോലൊരു വർക്ക് നിങ്ങൾ കാണുന്നത് റയർ ആയിരിക്കും. വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലുള്ള വർക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഒറ്റ പീസായിട്ട് വലിയ റൗണ്ട് ആണ് ഇവിടെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇവിടെ സോഫ സെറ്റി അറേഞ്ച്ഡ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് എല്ലാം തന്നെ വരുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസ് കണ്ടു. അതിന്റെ റൂഫ് നിങ്ങളൊന്ന് കണ്ടോളൂ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ടീക്ക്വുഡിലും വെനീറിലും ഒക്കെ ആയിട്ട് ആ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ടോട്ടലി നമ്മളിപ്പോ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇവിടെയും ഡബിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തന്നെ നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രേറ്റ് നോക്കുവാണെങ്കിൽ വോള് കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ ഭാഗത്താണ് വേറെ 3 വിൻഡോസ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന നല്ലൊരു വാർഡ്രോബ് ആണ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും നമ്മൾ കണ്ട 3 ബെഡ്റൂമുകളിൽ നമുക്കിപ്പോൾ എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് തന്നെയാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ മൂന്നാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും അതും കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള വോൾ ടൈലുകളും ഫ്ലോർ ടൈലുകളും ഒക്കെയാണ് എല്ലാ ബാത്റൂമുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തുള്ള ഒരു വലിയ വിൻഡോ നമ്മൾ കണ്ടതാണ്. ഇത് തുറന്നാൽ നമുക്ക് നേരെ ഇറങ്ങാൻ പറ്റുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് നല്ല രീതിയിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വളരെ വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ ഓൾറെഡി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ അതിനടുത്തായിട്ടാണ് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളി കവർ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് മുകളിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് പോകാവുന്നതാണ്. ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി 4ാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു ബാർ കൗണ്ടർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ബാർ കൗണ്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബോട്ടിൽസ് അറേഞ്ച് ചെയ്യാനും അതിന്റെ മെഷറിംഗ് കപ്പെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇത് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പുറത്ത് നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം നല്ലൊരു വലിയ ബാൽക്കണി സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ 2 ബാൽക്കണീസ് ആണ് നമുക്ക് ഈ ഒരു വീടിനകത്ത് കിട്ടുന്നത്. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ കോട്ട് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലാണ് ഇവിടെ സ്പേസ് കിട്ടുന്നത്.
വലിയൊരു വിൻഡോ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി വിൻഡോസ് വന്നിട്ട് ഇവിടെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വിത്ത് മിറർ ഓൾറെഡി ഇവിടെ അറേഞ്ച്ഡ് ആണ്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും 4 ബെഡ്റൂമുകളും എയർ കണ്ടീഷൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് വോളിൽ വരുന്നത്. അതുകൂടാതെ അവിടെ 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകൾ നോക്കിയാലും നമുക്ക് കാണാം 4 അകത്തും തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട മാർബിൾ ഹൗസിലൂടെ പരിചയപ്പെട്ട ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. ഷോപ്പുകളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലാം ഒരു ഞൊടിയിട കൊണ്ടെത്താവുന്ന സ്ഥലത്താണ് ഇതിനടുത്തൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു സെക്യൂരിറ്റി ഉള്ള വില്ല, 24 അവർ സെക്യൂരിറ്റി ഫെസിലിറ്റി ഉള്ള ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 70ഓളം വില്ലകളാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാം കംപ്ലീറ്റ് സ്റ്റാർട്ടിങ്ങിൽ കേട്ട് കാണും. കംപ്ലീറ്റ് ആയിട്ടും എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ പകുതി വെച്ചിട്ടാണ് കണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പോയി നോക്കുക. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളുടെയും എല്ലാ മെറ്റീരിയൽസിന്റെയും ലിസ്റ്റ് തന്നെ ഞാൻ ബ്രാൻഡ് അടക്കം പറയുന്നുണ്ട്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 8.15 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 8.15 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2850 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2850 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഓൾറെഡി അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വില്ല പണിതിട്ട് വെറും 3 വർഷം മാത്രമാണ് ആകുന്നത്. ഇതിനകത്ത് ഓണർ മാത്രമാണ് താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് അത്യാവശ്യങ്ങൾ കൊണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. പണിത ആ ഒരു കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും വളരെ ഭംഗിയായിട്ടും നീറ്റ് ആയിട്ടുമാണ് ഈ കാണുന്ന വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓണർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,20,00,000 രൂപയാണ്. 2.20 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇത്രയും വലിയൊരു വീട് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ലാഭകരമാണെന്ന് തന്നെ പറയാം. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.